ഹലോ, ഹായ് അരുൺ ബ്രോ. ഹായ്. എന്താണ്, സുഖല്ലേ? സുഖമയം. പിന്നെ കുറെ കാലം വണ്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇപ്പൊ വണ്ടി എടുത്തിട്ട് എത്രയായി? 6 മാസോ 1 ഇയറോ? ഇപ്പൊ ഏകദേശം 2 വർഷം, 1.5 വർഷമായി. 1.5 വർഷമായി. ഓക്കെ ഓക്കെ. എന്താണ് നമ്മൾ ഈ വണ്ടിനെ ചൂസ് ചെയ്തത്? എക്സ്പ്രസ്? ഇത് വേറൊന്നുമല്ല, ഞാന് വന്നിട്ട് ഇങ്ങോട്ട് ഓടിക്കാണ്ട് പഠിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ എന്താ വെച്ചാല് ഫ്രണ്ട് കാണല്, പിന്നെ അതുപോലെ എന്താ വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിറങ്ങിയ പാടാണ്. അപ്പൊ നമുക്ക് വിസിബിലിറ്റി ആണല്ലോ മെയിൻ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ സാൻഡ്രോ എടുക്കുക, ആദ്യം സെക്കൻഡ് ഹാൻഡ് സാൻഡ്രോ എടുക്കുക എന്നുള്ളതിലായിരുന്നു. പിന്നെ നോക്കിയപ്പോ 1 ലക്ഷത്തിന്റെ താഴെയുള്ള ആൾട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാന്നുള്ളതിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അവസാനം നമ്മൾ എക്സ്പ്രസോയിൽ എത്തിപ്പെടുകയും ചെയ്ത്. പിന്നെ വിചാരിച്ചു, എല്ലാരും പറഞ്ഞു ഓടിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് എന്ന് പറയുമ്പോ വാഗണാർ ആണ് നന്നാവുക, അല്ലെങ്കിൽ സാൻഡ്രോ ആണ് നന്നാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വാഗണാർ കുറെ നോക്കി. സെക്കൻഡ് ഹാൻഡ് നോക്കുമ്പോ എന്താ വെച്ചാൽ വാഗണാർ അത്യാവശ്യം കുഴപ്പമില്ല. 2015 ശേഷമുള്ള വണ്ടി വരെ ഏകദേശം 3.5-3.25 ലക്ഷം ഒക്കെ വില വരികയാണ്. സ്വിഫ്റ്റ് വണ്ടിയൊക്കെയാണ് കാണല്. അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്പ്രസോ എന്നുള്ളതിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോ ഇതിനെ കുറിച്ചും കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടിപൊളി ചോയ്സ് ആണ്. കാരണം ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ സംഭവം സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്, 2021 ലാസ്റ്റ് ആണ്. അപ്പോൾ പൈസ ഒക്കെ ഇത്തിരി കൂടുതലായി. അത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. മാരുതിന്റെ ട്രൂ വാല്യൂ എന്നാണ് എടുത്തത്, ഏകദേശം 4 ചില്ലറ. ആ പ്രൈസ് ഇതിന് ഇത്തിരി കൂടുതൽ തന്നെയാണ്. പക്ഷെ ഇതിലുള്ള ഫുൾ ഓപ്ഷൻ ആണ്. VXi Plus എന്ന് പറയുന്ന മോഡലാണ്. അതിന്റേതായ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കി മൈലേജ് കാര്യങ്ങളെല്ലാം ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ എന്റെ ഒരു ഓടിക്കലിന് നമ്മളിപ്പോ AC ഇട്ടിട്ട് പോവുകയാണ് വെച്ചാലും ഒരു 16.5 ആ ലെവലിൽ ഇതിൽ ആവറേജ് കാണിക്കുന്നുണ്ട്. എന്റെ ഓടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മള് ലോങ് റണ്ണ് കുറവാണ്. നമ്മുടെ ഉള്ളേരിയയിൽ കിടന്ന് കറങ്ങുമ്പോൾ മൈലേജ് എന്താ വെച്ചാൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഓടിക്കൽ കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടാവും പഠിച്ചു വരുന്നേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഒരു 16.5 16.7 ആ റേഞ്ചിലൊക്കെ എനിക്ക് ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്. AC ഇട്ടിട്ട് ഓടിച്ചാലും കേട്ടാ. നമ്മളിപ്പോ AC ഇട്ടിട്ട് അധികം കുറച്ച് ചൂടായി കഴിഞ്ഞാൽ AC ഇടും, കുഴപ്പമില്ലാത്തൊരു മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഓടിക്കാൻ പഠിക്കുന്നത് ജസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഒന്ന് പഠിച്ചിറങ്ങിയാൽ ഒരാളുടെ അവസ്ഥ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വലിയൊരു ലെവൽ ഉണ്ടാവില്ല, പ്രാക്ടീസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വഴിക്ക് ഈ വണ്ടി എടുത്ത് അന്ന് തന്നെ നമ്മൾ വൈകുന്നേരം ഇതായിട്ട് നമ്മളെ ഏരിയ എന്ന് പറഞ്ഞ കുറച്ച് ഉള്ളേരിയ, കുറച്ച് ഇടങ്ങറ് പിടിച്ച സ്ഥലമാണ്. ആ സ്ഥലത്ത് കൂടെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി വലിയ കേടുപാടില്ലാതെ രാവിലെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജ ചെയ്ത് കൊടുന്ന്. അപ്പോ എന്താ വെച്ചാല് ഒരു അതായത് ജസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഒരാളായിട്ട് പോലും നമുക്ക് ഈ സാധനം നമുക്ക് നന്നായിട്ട് കാണാം. വിസിബിലിറ്റി ഉള്ളതുകൊണ്ട് സുഖമായിട്ട് കൊണ്ടടക്കാൻ പറ്റും. ഏത് പഠിക്കുന്ന ആൾക്ക് ഇത് കൊണ്ടടക്കാൻ സുഖമായിട്ട് പറ്റും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഞാൻ. അതാണ് ഇതിന്റെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയൊരു പ്ലസ് ആയിട്ട് ഞാൻ കാണുന്നത് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇതിപ്പോ ഫുൾ ഓപ്ഷൻ VXi Plus ആന്ന് പറഞ്ഞില്ലേ. ഇതിലിപ്പോ ഉള്ളത് എന്ന് പറഞ്ഞാല് നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട്. പിന്നെ അതുപോലെ ഒരു 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഉണ്ട്. ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയും കണക്ട് ചെയ്യാം വയർ വഴിയിട്ടാ. വയർലെസ് ഇല്ല, വയർ വഴി കണക്ട് ചെയ്യാം. പക്ഷെ അത് ഓക്കെയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഫോൺ അവിടെ ചാർജും കയറും, ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ ബാക്കിൽ ഒരു റിവേഴ്സ് ക്യാമറ ഉണ്ട്. അത് എടുത്തപ്പോൾ തന്നെ ഇത്തിരി പുക അളിയും കൊണ്ടേയിരുന്നു. പിന്നെ ഇത് ഹർമന്റെ സിസ്റ്റം ആണ് വരുന്നത്. ഫ്രണ്ടിൽ 2 സ്പീക്കർ ഉള്ളൂ. പിന്നെ ഇതിന്റെ ഒരു മെയിൻ ഫാൾട്ട് എന്താ വെച്ചാൽ ബാക്കിൽ ഒരു സ്പീക്കർ ഇടാനുള്ള സ്പേസ് ഇല്ല. അതായത് നമ്മൾ സ്പീക്കർ എങ്ങനെയൊക്കെ ഉള്ള കൂടെ കയറ്റിയാലും അതിന് ഓട്ട നമ്മൾ ഇടണം. ഹോൾസ്, ആ ഡോറിന്റെ അവിടെ ഹോൾസ് പോലും അവർ ഇട്ടിട്ടില്ല. അപ്പോൾ നിലവിലുള്ള 2 സ്പീക്കർ ഉള്ളത് കൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്. സ്പീക്കർ നല്ല ക്ലാരിറ്റി ഉണ്ട് ബാക്കിൽ. അപ്പൊ അതൊരു ഇതായിട്ട് തോന്നിയിട്ടാ. ഒരു ഇതും കൂടി ഇട്ടിരുന്ന വെച്ചാലേ സ്പീക്കർ ഇപ്പൊ ഇടാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഈ സെറ്റില് നമുക്ക് 2 സ്പീക്കർ. പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഡിസ്കംഫർട്ട് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കംഫർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം എന്താ വെച്ചാൽ ഡ്രൈവ് ചെയ്യാൻ അറിയാത്ത ഒരുത്തൻ ആദ്യമായിട്ട് വണ്ടിയുള്ളിൽ കയറി ഇരിക്കുമ്പോ ഉണ്ടാവും എന്നുള്ള എല്ലാ ഡിസ്കംഫർട്ടും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇതില് വേറെ എന്തൊക്കെയാ പോരായ്മകൾ എന്തൊക്കെയാ ഇതില് എന്തെങ്കിലും പറയാനുള്ളത്? പിന്നെ ഈ വണ്ടിയുടേതായിട്ടുള്ളത് കോമൺ ആയിട്ടുള്ള നമ്മുടെ നമ്മൾ ഓടിക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്ന പോരായ്മകൾ എന്താ വെച്ചാലേ ബാക്കി ലെങ്ത് കാര്യങ്ങളൊക്കെ ബാക്കി മെയിൻ ഒരു പോരായ്മയായിട്ട് തോന്നിയത് എനിക്ക് ബാക്കിൽ ഒരു പവർ വിൻഡോ ഇല്ല. അതൊരു പോരായ്മ. കാരണം ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഇതിന് ഇറങ്ങിയ സമയത്ത് VXi Plusന് ഫുൾ ഓപ്ഷൻ ഏകദേശം 6 സംതിങ് ഉണ്ട്. അപ്പൊ ബാക്കിൽ ഒരു വണ്ടിയുടെ ഒരു ഫുൾ ഓപ്ഷൻ ഇറക്കുമ്പോ അതില് ബാക്കിൽ ഒരു പവർ വിൻഡോ കൊടുക്കണ്ടോ.
അത് മാരുതി കാണിച്ച് തനി തണ്ടിത്തരാണ്. കാരണം ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇറക്കും ചെയ്യണം, എന്നാ പവർ വിൻഡോ ഇല്ലാതെ, ബാക്കിൽ പവർ വിൻഡോ ഇല്ലാതെ എന്ത് ഫുൾ ഓപ്ഷനാ? പിന്നെ ഈ മിററിന്റെ മുകളില് ലൈറ്റ്, മറ്റേ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, അതൊക്കെ ഫുൾ ഓപ്ഷനിലൊക്കെ വേണമെങ്കിൽ അവർക്ക് കൊടുക്കാട്ടാ. കോസ്റ്റ് കട്ടിങ് ചെയ്താലും അതിനൊന്നും വലിയ ഇത് വരുന്ന കേസല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. അപ്പൊ എന്താ വെച്ചാൽ ഇതിനെ അവര് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു ലോ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണ്. പിന്നെന്താ വെച്ചാൽ ഇതിന് വല്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാഗണാറിന്റെ വില പോയില്ലേ. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ബുദ്ധിപരമായിട്ട്. പിന്നെ കുറെ കോസ്റ്റ് കട്ടിങ്, കാരണം ഈ പവർ വിൻഡോന്റെ സംഭവങ്ങള്, അതൊക്കെ കുറെ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട് ഇത്രയും വില കുറച്ചിറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഒരു മെയിൻ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ അധികം വണ്ടികളൊന്നും ഓടിച്ച് പരിചയമില്ല, വലിയ പവർ കൂടിയ വണ്ടികളൊന്നും ഓടിച്ച് പരിചയമില്ല. ഇല്ലെങ്കിലും ഇപ്പൊ ഇത് ഓടിച്ചിട്ട് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഈ കയറ്റത്ത് നിൽക്കുമ്പോൾ, ഹാഫ് ക്ലച്ചിലൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു പവർ കുറവ്, നല്ല രീതിയിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവലുണ്ട്. നല്ല രീതിയിൽ ഒരു അണ്ടർ പവേർഡ് ആണ് എന്ന് പല സമയത്തും തോന്നിയിട്ടുണ്ട്. പിന്നെ AC ഒക്കെ ഇട്ട് കഴിഞ്ഞാല് ഇപ്പൊ 1 ലിറ്റർ എഞ്ചിൻ ആണെച്ചാൽ പോലും ഒരു അണ്ടർ പവർ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ചില സമയം. എല്ലാ സമയത്തും അല്ല, ചില സമയത്ത്. അപ്പൊ അതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഡ്രോബാക്സ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ബാക്കിൽ ഒരു വൈപ്പർ ഇല്ല, ബാക്കിൽ വൈപ്പർ ഇല്ല. ഡീഫോഗറും കാര്യങ്ങളൊന്നും വേണമെന്നില്ല, ഒരു വൈപ്പർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വല്ലാതെ മഴയത്തൊക്കെ നമ്മൾ ഓടിക്കുന്ന സമയത്ത് അപ്പോ ഒരു വൈപ്പർ ഉണ്ട് വെച്ചാല് നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ഡ്രോബാക്കുകളേ ഉള്ളൂ. പിന്നെ പറഞ്ഞ പോലെ സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഇത്തിരി വില്ലൻ തന്നെയാണ്. പപ്പടം പോലെയാണ്, ഇടിച്ചു കഴിഞ്ഞാൽ പപ്പടം പോലെ പൊടിയും. ഇന്നേ വരെ ഇപ്പൊ ഇടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇടിച്ചാ അറിയാതെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ മാതിരി അനിസ്പയുടെ പരസ്യന്മാരി ആവുന്ന തോന്നുന്നത്. ടാറ്റയുടെ വണ്ടികളൊക്കെ നല്ല സേഫ്റ്റിയാണ്. ഇത് സേഫ്റ്റി വട്ടപ്പൂജിയാണ് ഈ സാധനം. ഫ്രണ്ടിൽ 2 എയർ ബാഗ് ഒക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ എന്താ വെച്ചാല് നല്ല മൈലേജ് ആണ്. ഒരു ഫാമിലിക്ക് അത്യാവശ്യം കുറച്ച് കാലൊക്കെ നിർത്തിയിരുന്ന അത്യാവശ്യം സുഖമായിട്ട് ഇരുന്ന് പോവാ, വലിയ കുഴപ്പമില്ല. ആൾട്ടോനൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ആട്ടാ. ആൾട്ടോനൊക്കെ എന്തുകൊണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനായിട്ട് കമ്പയർ ചെയ്യണം. അതിനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്, മൈലേജും ഭയങ്കര അടിപൊളിയാണ്. ഇപ്പൊ ഞങ്ങൾ ഇത് എടുത്ത് കൊണ്ടുവരുന്ന അന്ന് അത്യാവശ്യം ഓടിക്കാറിയുന്ന ആളാ ഓടിച്ചത്. അപ്പോൾ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ എത്തിയപ്പോൾ ഞാൻ ഇതിന്റെ ആവറേജ് മൈലേജ് നോക്കി. അപ്പൊ ഏകദേശം 19 സംതിങ് എന്ന ആവറേജ് മൈലേജ് കാണിച്ചിട്ടാ. അതിപ്പോ അത് ലോങ് റൺ ആണ്. പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ നമ്മളൊരു ലോങ് ട്രിപ്പ് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടേക്കാണ്, പാലക്കാട് കൊല്ലംകോടാണ്. അത് അങ്ങനത്തെ സ്ഥലം. അവിടുന്ന് പോകുമ്പോഴൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കൊല്ലംകോടിക്ക് എത്തിയപ്പോ റോഡുകൾ വളരെ മോശമായപ്പോ അതിന്റെ മൈലേജ് കുറഞ്ഞു. AC ഒക്കെ ഇട്ടിട്ടല്ലേ ഓടുന്നത്, റോഡുകൾ മോശമായപ്പോ മൈലേജ് കുറഞ്ഞു. അപ്പൊ മൈലേജ് നല്ല അത്യാവശ്യം. കാരണം എന്റെ ഓടിക്കലിന് എന്ന് പറഞ്ഞപ്പോ ഞാൻ പല സമയത്തും 5ാമത്തെ ഗിയർ തന്നെ ഇപ്പൊ ഇടൽ തുടങ്ങിയത് തന്നെ ഇപ്പൊ അടുത്താണ്. അപ്പൊ അധികം സ്ഥലത്തും 4ാമത്തെ ഗിയർ വരെ ഇട്ടിരുന്നുള്ളൂ. എന്നിട്ട് പോലും നല്ലൊരു മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഞാൻ ഈ വണ്ടി എടുത്തതിൽ ഹാപ്പിയാണ്. പഠിക്കാൻ ബെസ്റ്റാണ്, ഓടിച്ച് പഠിക്കാൻ ഇവൻ ബെസ്റ്റാണ്. അതാണ്. എന്തായാലും താങ്ക് യു. ഓക്കെ, ഇതില് താങ്ക് യു പറയണ്ടേ? ഞാനല്ലേ താങ്ക് യു അരുൺ ബ്രോ. ഈയല്ലേ ഇന്റർവ്യൂ എടുക്കുന്ന ആള്. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.